ഇറാനുമേൽ ആക്രമണം കടുപ്പിച്ച് അമേരിക്കയും ഇസ്രായേലും. തെഹ്റാൻ ഉൾപ്പെടെ ഇറാൻ നഗരങ്ങളിൽ വ്യാപക ആക്രമണം തുടരുകയാണ്. യുദ്ധം തുടരാൻ ട്രംപിന് US സെനറ്റിന്റെ അനുമതി ലഭിച്ചു. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം വിജയിച്ചത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലെബനനിൽ ലക്ഷത്തിനുമേൽ ആളുകൾ അഭയാർത്ഥികളായി. അതിനിടെ സൗദിയിലേക്കെത്തിയ 3 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചു. റിയാദ് അൽ ഖർജിലെ സൈനിക കേന്ദ്രം ലക്ഷ്യം വെച്ചാണ് മിസൈലുകൾ എത്തിയത് എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദുബായിൽ നിന്നും MCA നാസർ ചേരുന്നുണ്ട്. നാസർ, തെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങളിൽ വ്യാപക ആക്രമണം തുടരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയിലും പലയിടങ്ങളിലും ആക്രമണമുണ്ട്. കൂടാതെ ട്രംപിന് യുദ്ധം തുടരാൻ അനുമതി സെനറ്റ് നൽകുകയും ചെയ്തു. ഇനിയുള്ള സാഹചര്യം എന്താണ്? വ്യാപകമായിട്ടുള്ള ആക്രമണം ഇറാൻ നഗരങ്ങളിലൊക്കെയും തുടരുകയാണ്. വളരെ ശക്തമായി തന്നെ ആക്രമണ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കുന്നത്. കാരണം ചൈന ഒരു പ്രത്യേക സംഘത്തെ തന്നെ മേഖലയിലേക്ക് അയച്ചുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അതോടുകൂടി ഈ പ്രതിസന്ധി വലിയ നാളുകൾ നീളാതെ തന്നെ പരിഹരിക്കപ്പെടുമെന്ന ഒരു പ്രതീക്ഷയും രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഈ ആക്രമണ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുകൂലമായിട്ട് ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് US സെനറ്റ് ഇപ്പോൾ ആ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. 47 പേരാണ് ഈ പ്രമേയത്തെ എതിരായിട്ട് വോട്ട് ചെയ്തത്. പക്ഷേ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് 53 അംഗങ്ങൾ രംഗത്ത് വന്നു. ഇതോടുകൂടി കൂടുതൽ യുദ്ധാധികാരങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപിന് കൈവന്നിരിക്കുന്നത്. ആ പ്രമേയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അർത്ഥത്തിൽ ട്രംപിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് കൂടുതൽ അധികാരങ്ങൾ, കൂടുതൽ ആക്രമണങ്ങൾ ഇറാനെതിരെ നടത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയും എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രമേയം വിജയിച്ചതോടുകൂടി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നടപടികൾ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വലിയ ആക്രമണ സംഭവങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ദിവസം കൂടിയാണ് ഇന്നലെ രാത്രി കടന്നു പോകുന്നത്. ആകെ ഇപ്പോൾ സൗദി അറേബ്യയിലെ അൽ ഖർജ് മേഖലയ്ക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണം മാത്രമാണ് ഇതിന് അപവാദമായിട്ടുള്ളത്. മറ്റ് പല ഗൾഫ് രാജ്യങ്ങളിലും സ്ഥിതിഗതികൾ വളരെ സുരക്ഷിതമാണ്. കാര്യമായിട്ടുള്ള ഏതെങ്കിലും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഈ രാജ്യങ്ങൾക്ക് നേരെ നടന്നതിന്റെ യാതൊരു സംഭവങ്ങളും. ഇറാന്റെ പല മേഖലകളിലും വ്യാപക ആക്രമണം തുടരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. MCA നാസറാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.